അതേപോലെ ഇന്ന് വിഷയാവതരണത്തിലും മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ പരമാധികാരത്തെ അംഗീകരിച്ചിരുന്നു എന്നും അവർ അതിൽ പങ്കുവച്ചിരുന്നില്ല എന്നും വാദിക്കുകയുണ്ടായി. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ദുർവ്യാഖ്യാനമായിരിക്കുമെന്നാണ്. കാരണം തഫ്സീർ റാസിയിൽ ഇമാം റാസി തങ്ങൾ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നത് മക്കയിലെ മുശ്രിക്കുകൾക്ക് തങ്ങളുടെ ഇലാഹുകളെ കുറിച്ച് അവർ അള്ളാഹുവിൽ അവർക്ക് സ്വന്തമായ കഴിവുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നു എന്നാണ് റാസി പറയുന്നത്. അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ബുദ്ധിമുട്ടും അതേപോലെ തന്നെ ഉപകാരവും അതേപോലെ അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ കഴിയും എന്നുമാണ് റാസി തങ്ങൾ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചത്. ഇതിനെക്കുറിച്ച് എന്താണ് സലഫിക്ക് പറയാനുള്ളത്? നിങ്ങൾ റാസി അല്ലേ വായിച്ചത്? മക്കയിലെ മുശ്രിക്കീകൾ അള്ളാഹുവിനെ പോലെ സ്വയം കഴിവുള്ള ആൾക്കാരിൽ വിശ്വസിച്ചിരുന്നില്ല. അള്ളാഹുവിനാണ് സ്വന്തമായ കഴിവുള്ളത്, മറ്റുള്ളവർക്ക് കൊടുത്ത കഴിവേ ഉള്ളൂ എന്നാണ് ഞാനിവിടെ വിഷയാവതരണത്തിൽ പറഞ്ഞത്. അപ്പൊ ചോദ്യകർത്താവ് അത് നിഷേധിക്കുകയാണ്. അദ്ദേഹം ആ മാന്യ സുഹൃത്ത് ചോദിക്കുന്നത് മക്കയിലെ മുശ്രിക്കുകൾക്ക് സ്വയം കഴിവുള്ള ഇലാഹുകളിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നാണ്. അള്ളാഹുവിന്റെ പരമാധികാരത്തെ അവർ നിഷേധിച്ചിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്നിട്ട് എന്താ ഇബാറത്ത് വായിച്ചത്? അന്നഹാ തളുറു വ തൻഫഉ വ തശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി. ശരിക്കും അർത്ഥം വെച്ച് നോക്കിയാൽ വളരെ വ്യക്തമാണ്. അതിവിടെ ചോദ്യകർത്താവ് ശരിക്കും മനസ്സിലാക്കി വെക്കണം. അള്ളാഹുവിന്റെ പോലെ സ്വന്തമായി കഴിവുള്ള ആൾക്കാർ എന്നവർ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ അടുക്കൽ വ തശ്ഫഉ ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ അവരുടേതായ ബിംബങ്ങൾ അല്ലെങ്കിൽ മഹാന്മാര് ശുപാർശ പറയും. ബിഗൈരി ഇദ്നിഹി, അനുവാദമില്ലാതെ തന്നെ ശുപാർശ പറയുന്നു പറഞ്ഞാൽ സ്വന്തമായി അള്ളാഹിനെ പോലെ തന്നെ സ്വന്തമായി കഴിവുണ്ടെങ്കിൽ പിന്നെ അള്ളാഹിന്റെ അടുക്കൽ എന്തിനാ അവർ ശുപാർശക്ക് പോണത്? ആ വാദം തന്നെ പൊളിഞ്ഞുപോയി. ഇന്ദല്ലയുടെ അർത്ഥം കട്ടുകൊണ്ടാണ് സകല മുസ്ലിയാക്കന്മാരും പ്രസംഗത്തിൽ പറയുന്നത്. അർത്ഥം ശരിക്ക് പഠിച്ചു വെച്ചോ. ഇന്ദല്ലാ, അള്ളാഹുവിന്റെ അടുക്കൽ ഇവര് പോയി ശുപാർശ പറയും. അള്ളാഹുവിനെ പോലെ സ്വന്തമായി കഴിവുള്ള ആളുകളാണ് ഇവരുടെ ഇലാഹുകളെങ്കിൽ എന്തിനാണ് ഇവര് അള്ളാഹിന്റെ അടുത്ത് ശുപാർശ പറയുന്നത്? ഇവർക്കാണ് കൊടുത്താ പോരെ? അള്ളാഹുവിന്റെ അടുക്കൽ ശരിക്കും മനസ്സിലാക്കിക്കോ. അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയുന്ന ആളുകളാണ് ഇവരെങ്കിൽ സ്വന്തമായി കഴിവില്ലാത്തവരാണവർ എന്ന് ബോധ്യമായി. പിന്നെ അനുവാദം കൂടാതെ പോയില്ലേന്നാണ്. ഒരാളെടുത്തേക്ക് അനുവാദം കൂടാതെ പോണെങ്കിൽ അത്രയും അടുപ്പം വേണം. എന്റെ വീട്ടിലേക്ക് ബെല്ലടിച്ചിട്ട് കയറി വരുന്ന ആളുകളുണ്ട്. ബെല്ലടിക്കാതെയും ചിലർക്കൊക്കെ കയറി വരാ. എന്താണത് കാരണം? ചില ആളുകൾക്ക് നമ്മളോടുള്ള അടുപ്പം വിചാരിച്ചുകൊണ്ട് പ്രത്യേകം ഫോൺ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും വീട്ടിലേക്ക് കയറിച്ചെല്ലാം. അത്രയും അടുപ്പുള്ള ആളുകൾ അങ്ങനെ പരിചയമുള്ള വീടുകളിലേക്ക് മുൻകൂട്ടി ഫോണൊന്നും അറിയിക്കാതെ തന്നെ ചേർന്ന് കയറാറുണ്ട്. ഇതുപോലെ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചു അവരുടെ ആരാധ്യന്മാരായ ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ അത്രയും സ്ഥാനമുണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് അത്രയും അള്ളാഹുവിനോട് അവർക്ക് സ്നേഹമുണ്ട്, അള്ളാഹുവിന് അവരോടും സ്നേഹമുണ്ട്. അതുകൊണ്ട് അനുവാദമില്ലാതെ തന്നെ കയറി വരാം. അനുവാദമില്ലാതെ നീ റെക്കമെൻഡ് ചെയ്തോ എന്ന് അള്ളാഹു തആല അനുവാദം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മഹാത്മാക്കളായ ആളുകൾക്ക് അനുവാദമില്ലാതെ തന്നെ പോയി മറ്റുള്ളവർക്ക് കാര്യങ്ങൾ നേടിക്കൊടുക്കുവാൻ അവർക്ക് കഴിയും. അത്രയും അവർക്ക് അള്ളാഹുവിനോട് അടുപ്പമുണ്ട് എന്നാണ് ആ വാചകത്തിൽ പറഞ്ഞത്. അവിടെ ഇൻദല്ലാഹി എന്നതിന്റെ അർത്ഥം കട്ടുകൊണ്ട് മുസ്ലിയാക്കന്മാര് പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തിന്റെ സുലൈമാൻ സഖാഫി മാളിയേക്കൽ എഴുതിയിട്ടുള്ള സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകം, ഈ പുസ്തകത്തിൽ ആ ഇബാറത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ ഭാഗം നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയാണ്. 25-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു, അർത്ഥം കേട്ടോളൂ. ബഹുദൈവ വിശ്വാസികൾ അവരുടെ ദൈവങ്ങൾക്ക് സ്വന്തമായി, അയാളെ വകയാണ്, സ്വന്തമായി ഉപകാരോപദ്രവങ്ങൾ ഏൽപ്പിക്കുവാനും ശുപാർശ ചെയ്യുവാനും കഴിവുണ്ടെന്ന് സങ്കല്പിച്ചിരുന്നു. ആരുടെ അടുക്കൽ എന്ന് പറഞ്ഞിട്ടില്ല.
ഇൻദല്ലാഹി എന്ന വാചകത്തിന്റെ അർത്ഥം സഖാഫി കട്ടുമാറ്റിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ അയാളുടെ വാദം തകർന്നു പോകും. അള്ളാന്റെ അടുക്കൽ പോയി ശുപാർശ പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇയാൾക്ക് സ്വന്തം കഴിവില്ല എന്നല്ലേ വന്നു ചേരുക. അതുകൊണ്ട് ഇൻദല്ലയുടെ അർത്ഥം കട്ടുകൊണ്ടാണ് സഖാഫി മാലിയേക്കൽ അദ്ദേഹത്തിന്റെ സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തിന്റെ 25-ാമത്തെ പേജിൽ തട്ടിപ്പ് നടത്തിയത്. എന്നാ റാസി എന്താ പറഞ്ഞതും കൂടെ വെക്കലായിട്ട് കേട്ടോ. റാസി ഒരു സ്ഥലത്തല്ലല്ലോ, ഒരുപാട് സ്ഥലത്ത് റാസിയുടെ ഈ വാക്ക് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല. റാസി പറഞ്ഞത് കേട്ടോളൂ. എന്താ റാസി പറയുന്നത്? മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം എന്താണ്? മാഇത്തിറാഫിക്കും, നിങ്ങൾ സമ്മതിക്കുന്നതോടൊപ്പം ബിഅന്ന കുല്ലൽ ഖൈറാത്തി ഫിദ് ദുനിയാ വൽ ആഖിറ. റാസിയുടെ ഇബാറത്താണ് കേട്ടോളൂ. ദുനിയാവിലും ആഖിറത്തിലും, ഈ ലോകത്തും നാളെ പരലോകത്തും സർവ ഖൈറാത്തുകളും സർവ അനുഗ്രഹങ്ങളും ഗുണങ്ങളും ഇന്നമാ തഹ്സുലു, അത് കരസ്ഥമാകുന്നത് മിൻ റഹ്മത്തില്ലാഹി വ ഇഹ്സാനിഹി, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെയും അവന്റെ നന്മയിൽ നിന്നും മാത്രമേ കിട്ടുകയുള്ളൂ. പടച്ചവൻ കൊടുക്കാതെ ഒരാൾക്കും കിട്ടില്ല. അത് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. വഅ്തിറാഫിക്കും, മക്കയിലെ മുശ്രിക്കുകളെ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ബിഅന്ന ഹാദിഹിൽ ഔസാൻ, ഈ വിഗ്രഹങ്ങൾ, നിങ്ങൾ ആരാധിക്കുന്ന ഈ ബിംബങ്ങൾ, ലാ തൻഫഉ വലാ തദുറുൽ ബത്ത, അവരൊരിക്കലും ഒരു നിലക്കും അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധ്യമല്ല എന്നും നിങ്ങൾ അംഗീകരിക്കുന്നുവല്ലോ എന്ന് റാസി തന്നെ അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ 17-ാമത്തെ വാള്യം 87-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ റാസി ഇൻദല്ലാഹി എന്ന് പറഞ്ഞ ഭാഗത്തിന്റെ അർത്ഥം നൽകിയാൽ അബദ്ധം വന്നു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഭാഗം വെട്ടിമാറ്റിക്കൊണ്ടാണ് സഖാഫിമാര് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അത് അവരുടെ വാദത്തിനെതിരാണ്. ആ ഇബാറത്ത് പോലും അവരുടെ വാദത്തിനെതിരായതുകൊണ്ടാണ് വെട്ടിമാറ്റൽ നടത്തേണ്ടി വന്നത്. മക്കയിലെ മുശ്രിക്ക് അള്ളാഹുവിന്റെ പരമാധികാരത്തെ അംഗീകരിച്ചിരുന്നു എന്ന സത്യം ഒരാളും നിഷേധിച്ചിട്ടില്ല എന്നിവിടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേ ആശയം തന്നെ തഫ്സീർ അബു സഊദിൽ പറയുന്നുണ്ട്. അതായത് വയസ്ബുതൂന ലഹു ശരീകൻ ഫിർ റുബൂബിയ്യത്തി, അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിൽ അവർ ശരീക്കിനെ സ്ഥിരപ്പെടുത്തിയിരുന്നു. മാത്രവുമല്ല അഫഗൈറല്ലാഹി ഖുൽ അഗൈറല്ലാഹി റബ്ബൻ അബ്ഗി വഹുവ റബ്ബു കുല്ലി ഷൈഇൻ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് കേരളത്തിലെ മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങൾക്കെതിരെയുള്ള സ്റ്റേജുകളിൽ വളരെ പ്രശസ്തനായ ജനാബ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ലോകത്ത് ഒരു മുസ്ലിമിനും മക്ക ഖുറൈശികൾക്ക് അള്ളാഹുവിന്റെ പരമാധികാരത്തിൽ വിശ്വാസമുണ്ടായി. കാരണം ഈ ആയത്ത് പറയുന്നത് കുൽ അഗൈറല്ലാഹി റബ്ബൻ അബ്ഗി, അള്ളാഹു അല്ലാത്ത ഒരു റബ്ബിനെയാണോ ഞാൻ തേടേണ്ടത്? അത് അന്നത്തെ ഖുറൈശികള് അള്ളാഹു അല്ലാത്തവരെയും റബ്ബാക്കിയിരുന്നു എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പേരോട് പറയുന്നത്, ലോകത്ത് ഒരു മുസ്ലിമിനും അങ്ങനെയുള്ള വാദമുണ്ടായിരുന്നില്ല. മക്കയിലെ ഖുറൈശികൾക്ക് അള്ളാഹുവിന്റെ പരമാധികാരത്തിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന ആ വിശ്വാസം വങ്കത്തമാണ്, വിഡ്ഢിത്തമാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വിശദീകരിച്ചാലും നമ്മളെ ചോദ്യം നീണ്ടതുകൊണ്ട് സദസ്സിന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പിന്നെ അവർ റുബൂബിയത്ത് അള്ളാഹുവിന്റെ പരമാധികാരത്തെ നിഷേധിച്ചിരുന്നു എന്ന് തഫ്സീർ അബു സഊദിലും പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്നാൽ അബു സഊദിൽ നിങ്ങൾ വായിച്ച ആ ഉദ്ധരണി വയസ്ബിതൂന ലഹു ശരീകൻ ഫി റുബൂബിയത്തി എന്ന് വായിച്ചതിന്റെ നേരെ താഴത്തെ വരിയിൽ വായിച്ചാൽ കാര്യം ബോധ്യവും. മേലെ മാത്രം വായിക്കലാ മൂലന്മാരുടെ പരിപാടി. മേലെ മാത്രം വായിക്കും, അല്ലെങ്കിൽ താഴെ വായിക്കും മേലെ വായിക്കൂല, അല്ലെങ്കിൽ മുകളിൽ വായിക്കും താഴെ വായിക്കൂല. ഈ വായിച്ചത് മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ പരമാധികാരത്തെ നിഷേധിച്ചിരുന്നു എന്നാണ് അർത്ഥമെങ്കിൽ, അങ്ങനെയാണ് അബു സഊദുകാരൻ ഉദ്ദേശിച്ച അബു സഊദ് അദ്ദേഹത്തിന്റെ തഫ്സീർ കൊണ്ട് തഫ്സീർ അബു സഊദിൽ ഉദ്ദേശിച്ചതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആ പറയുന്ന നിങ്ങൾ പറഞ്ഞ ആയത്തിന്റെ തന്നെ അതേ വിവരണത്തിന്റെ ചോടെ അതാ അബു സഊദ് തന്നെ പറയുന്നുണ്ട്. സയഖൂലൂന ലില്ലാഹ് ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ എന്ന് പറഞ്ഞിടത്ത്
വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുന്നു. എന്ത്? അവർ മക്കയിലെ മുശ്രിക്കുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഖുൽ മൻ ബിയദിഹി, ആരുടെ കയ്യിലാണോ മലകൂതു കുല്ലി ഷൈഇൻ, സകല വസ്തുക്കളുടെയും പരമാധികാരം, വഹുവ യുജീറു, അവൻ അഭയം നൽകുന്നു, വലാ യുജാറു അലൈഹി, അവന്റെ മേലാരും അഭയം നൽകപ്പെടുന്നില്ല. ആ നിലക്ക് വ്യക്തമായി പറഞ്ഞിട്ട് സയഖൂലൂന ലില്ലാഹ്, അല്ലാഹുവാണെന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറയും. ഐ, അതായത് നിങ്ങൾ വായിച്ച ഇബാറത്തിന്റെ നേരെ താഴെ പറയുന്നു അബൂ സഊദിൽ എന്താ പറയുന്നത്? മക്കയിലെ മുശ്രിക്ക് പറയും ലില്ലാഹി മലകൂതു കുല്ലി ഷൈഇൻ വഹുവല്ലദീ യുജീറു വലാ യുജാറു അലൈഹി, അല്ലാഹുവിനാണ് ഒരു നിലക്കും ആരുടെയും അഭയം ആവശ്യമില്ലാത്ത നിലം പരമാധികാരി അല്ലാഹുവാണ് എന്ന് മക്കയിലെ മുശ്രിക്ക് പറയുമെന്ന് നേരെ ചോട്ടിലുള്ള വരിയിൽ തന്നെ അബൂ സഊദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മക്കയിലെ മുശ്രിക്ക് പരമാധികാരത്തെ നിഷേധിച്ചു എന്ന് അബൂ സഊദ് പറഞ്ഞിട്ടില്ല, അത് ദുർവ്യാഖ്യാനം ചെയ്തതാണ്. പിന്നെ ഇവിടെ പറഞ്ഞത് പേരോട് സഖാഫി കുല്ല ഗൈറല്ലാഹി അബ്ഗി റബ്ബാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. കുല്ല ഗൈറല്ലാഹി അബ്ഗി റബ്ബൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനല്ലാതെ റബ്ബിനെ ഞാൻ തേടണമെന്നാണോ എന്ന് പറഞ്ഞാൽ വേറെയും റബ്ബുണ്ട് എന്നാണോ വിശ്വസിക്കേണ്ടത് എന്നാണ്. അപ്പൊ പല റബ്ബുകളിലല്ലേ വേറെയും റുബൂബിയത്ത് പരമാധികാരം വേറെയുള്ളവർക്കും സങ്കല്പിച്ചു കൊടുത്തു എന്നല്ലേ അർത്ഥം? എന്നാൽ അതിന്റെ മറുപടി കേട്ടോ, ആ ഗൈറല്ലാഹി അതുലുബു സയ്യിദൻ വഇലാഹാ, തഫ്സീർ ഹാസിനിൽ കാണാം. റബ്ബിനെയല്ല, അവിടെ റബ്ബ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഇലാഹ് എന്നാണ്, വേറെ ഇലാഹിനെയാണോ എന്നാണ് ആ ചോദിച്ചതിന്റെ അർത്ഥം. തന്നെയുമല്ല, ഇതേ തഫ്സീറിൽ റാസി 14-ാം വാള്യം 12-ാമത്തെ പേജിലും കാണാം വകുല്ലുഹും മുഅ്തരിഫൂന, മക്കയിലെ മുശ്രിക്കുകൾ, ഇത് ചോദിച്ച മുശ്രിക്കുകളൊക്കെയും അംഗീകരിച്ചിട്ടുണ്ട് അന്നല്ലാഹ ഖാലിഖുൽ കുല്ലി, എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അല്ലാഹുവാണെന്ന്. എന്നാൽ അവർ അല്ലാഹുവിന്റെ ഇബാദത്തെടുക്കുന്ന വിഷയത്തിൽ വേറെ ഇലാഹിനെയാണ് അവർ സങ്കല്പിച്ചത് എന്ന് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, അവർക്ക് അവരെ റബ്ബുകളെ കുറിച്ചുള്ള വിശ്വാസം, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം റബ്ബുൽ അർബാബ് എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇലാഹുകളുടെ എല്ലാം റബ്ബായ ലോകം പടച്ച റബ്ബ് എന്ന അർത്ഥത്തിലല്ല. ആ നിലക്കൊരു റബ്ബ്, ഖാലിഖായ ഒരു റബ്ബ്, റാസിഖായ ഒരു റബ്ബ്, മഴ തരുന്ന റബ്ബ്, ജീവിപ്പിക്കുന്ന റബ്ബ്, മരിപ്പിക്കുന്ന റബ്ബ്, സ്വയം കഴിവുള്ള റബ്ബ്, നിയന്ത്രിക്കുന്ന റബ്ബ്, അഭയം ആവശ്യമില്ലാത്ത റബ്ബ് എന്ന നിലക്ക് അള്ളാഹുവിനെ പോലെ വേറെ ഒരു റബ്ബുണ്ട് എന്ന് മക്കയിലെ മുശ്രിക്കെന്ന് മാത്രമല്ല ഒരാളും ഇന്ത്യയെ വരെ വിശ്വസിച്ചിട്ടില്ല. ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, യഅലം അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ ഫിൽ വുജൂദി വൽ ഖുദ്റതി വൽ ഇൽമി വൽ ഹിക്മ ഹാദാ ലം യൂജദ് ഇലല്ലാൻ. നീ മനസ്സിലാക്കിക്കോ, ലോകത്ത് ഒരാളും തന്നെ കഴിഞ്ഞു പോയിട്ടില്ല അല്ലാഹുവിന് പങ്കുകാരുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയിട്ടില്ല. ഏത് നിലക്ക്? സ്വയം കഴിവുള്ള, സ്വയം അസ്തിത്വമുള്ള, സ്വയം അറിവുള്ള, സ്വയം ഹിക്മത്തുള്ള ഒരാളുമുണ്ട് എന്ന് ഒരാളും വിശ്വസിച്ചിട്ടില്ല. ഇന്നേ വരെ അത് കാണപ്പെട്ടിട്ടില്ല എന്ന് ഇമാം റാസി അവിടുത്തെ തഫ്സീറിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ പരമാധികാരത്തെ നിഷേധിച്ചിരുന്നു എന്നതിന് ഒരു തെളിവുകളും പരിശുദ്ധ ഖുർആനിലില്ല. മറിച്ചവർ അല്ലാഹുവിന്റെ പരമാധികാരത്തെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ധാരാളം ആയത്തുകൾ തെളിവാണ്. അത് ഞാനിവിടെ മുമ്പ് പലതും ഓതി കേൾപ്പിച്ചിട്ടുമുണ്ട്. ഇവിടെ കേൾപ്പിച്ച ആയത്തുകളിലൊക്കെ പറയുന്ന വിഷയം വേറെയാണ്. റാസിയിൽ പറഞ്ഞു, അബൂ സഊദിൽ പറഞ്ഞത് നേരെ താഴെ വേറെയും പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. വഖുൽ അഅമലു ഫസയറല്ലാഹു അഅമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. ഈ ആയത്തിന്റെ ഇറങ്ങിയ പശ്ചാത്തലവും അതിന്റെ തഫ്സീറും ഒന്ന് വിവരിച്ചാൽ കൊള്ളാം. വഖുൽ അഅമലു ഫസയറല്ലാഹു അഅമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ വസതുർദൂന ഇലാ ആഖിറിൽ ആയ. വഖുൽ അഅമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വഖുൽ അഅമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു എന്ന ആയത്തിന്റെ പശ്ചാത്തലമാണ് ചോദിക്കുന്നത്. അതായത് ആയത്തിന്റെ അർത്ഥം, നിങ്ങൾ അമൽ ചെയ്തോളൂ, നിങ്ങളുടെ അമലുകളൊക്കെ ശേഷം അള്ളാഹുവും റസൂലും കാണുന്നുണ്ട് എന്നാണ്. അതിന്റെ സന്ദർഭമാണ് ചോദിച്ചത്. വളരെ ചുരുക്കി പറയുന്നു, തബൂക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ചൂടുള്ള ഒരവസരത്തിലാണ് സ്വഹാബത്തിനോട് ആഹ്വാനം ചെയ്തത്. അപ്പൊ എല്ലാ ആളുകളും, ഏതാണ്ട് എല്ലാ സ്വഹാബിമാരും പോയി. കൂട്ടത്തിലെ
ചില മുനാഫിക്കീങ്ങളായ ആളുകൾ പോകാതെ മാറി നിന്നു. അവർ കഴിവുണ്ടായിട്ടും പല കാരണങ്ങൾ പറഞ്ഞിട്ട് ആ യുദ്ധത്തിന് പോയില്ല. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹുവിന്റെ വഹി കിട്ടി. പലരും വന്നിട്ടില്ല, യുദ്ധത്തിന് വന്നിട്ടില്ല. അവരവിടെ ചെന്നാൽ നിന്നോട് പല കാരണങ്ങളും പറയും. ആ കാരണങ്ങളൊക്കെ കളവായിരിക്കും, വീട്ടിൽ ആളുണ്ടായില്ല, മറ്റു പല കാരണങ്ങളും പറയും എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ അവസരത്തിൽ അവരെക്കുറിച്ച് ആയത്തിറങ്ങുന്നു. നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ഇനിയും ചാൻസുകൾ വരുമല്ലോ. ഇപ്പൊ ഈ യുദ്ധത്തിന് പങ്കെടുക്കാതിരുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണെങ്കിൽ ഇനിയും നിങ്ങൾ പ്രവർത്തിച്ചോളൂ. ഭാവി കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതിനോട് യോജിച്ചിട്ടാണോ അല്ലേ എന്ന് അള്ളാഹു അറിയുന്നുണ്ട്, റസൂൽ നോക്കിക്കാണുന്നുണ്ട്. മുഅ്മിനീങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകളും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഭാവിയിൽ നോക്കിക്കാണും എന്നാണ് ആ ആയത്തിന്റെ അവതരണ പശ്ചാത്തലമായി സകല തഫ്സീറുകളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചോദ്യകർത്താവിനെ ഓർമ്മപ്പെടുത്തുന്നു. സ്ത്രീകൾക്ക് പള്ളിയിലെ ജമാഅത്ത് നമസ്കാരം ഹറാമല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഫീഹി റിജാലൻ യുഹിബ്ബൂന അൻ യതതഹറു എന്ന ആയത്തിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? ഖുർആനിൽ ഈ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പുതിയൊരു തുരുപ്പ് ചീട്ടാണ്. ഓരോ കൊല്ലത്തിൽ ഓരോ ആയത്തിറങ്ങലാണ്. അപ്പോൾ ഈ കൊല്ലം സാധാരണയായിട്ട് ഇങ്ങനെ കേൾക്കുന്നതാണ് ഇപ്പോൾ ചോദ്യകർത്താവ് ചോദിക്കുന്നത്. ഇതെല്ലായിടത്തുള്ള അസുഖങ്ങൾ തന്നെയാണല്ലോ ഇപ്പൊ എവിടെയൊക്കെ കാണുക. അപ്പോ ആയത്തെന്താണ്? ഫീഹി റിജാലുന്നില്ലേ ഖുർആനിൽ. അപ്പൊ പള്ളിയെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ ഫീഹി റിജാലെന്ന് 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പള്ളിയിലൊക്കെ പുരുഷന്മാരാണെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പോകൽ ഹറാമാണെന്നല്ലേ ഇതിന്റെ അർത്ഥം? അല്ല. ഈ ആയത്ത് ഫീഹി റിജാലുൻ എന്ന ആയത്ത് അവതരിക്കുന്നത് ആദ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ്. എളുപ്പം മനസ്സിലാകുന്ന കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്ത് ആദ്യമായി ജിബ്രീലിൽ നിന്ന് കേട്ടത് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ ആയത്ത് നബിയുടെ നാവിൽ നിന്ന് ആദ്യമായി കേട്ടത് സ്വഹാബത്താണ്. ആ സ്വഹാബാക്കളോ നബിയോ പെണ്ണുങ്ങൾ പള്ളിയിൽ വരൽ നിഷിദ്ധമാണ് എന്ന് ഈ ആയത്ത് മുഖേന നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ഫീഹി റിജാൽ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ചില ആണുങ്ങളുണ്ട് അല്ലെങ്കിൽ ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പെണ്ണുങ്ങൾ വരാൻ പാടില്ല എന്നതിന് അർത്ഥമല്ല. അവിടെ നല്ല 4 മൗലവിമാരുണ്ടായിരുന്നിട്ടോ അവിടെ എന്ന് പറഞ്ഞാൽ മൗലവിമാരല്ലാത്തവരാരും പള്ളിയിലില്ല എന്നതിന് അർത്ഥമല്ല. ഏതെങ്കിലും പള്ളിയെക്കുറിച്ച് പറയാൻ അവിടെ നല്ല 4 മൗലവിമാർ ഇരിക്കുന്നുണ്ട് ഞാൻ ചെന്നപ്പോ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വേറെ ആരും ഇല്ല എന്നതിന് അർത്ഥമല്ല. ആൾക്കാരെ കൂട്ടത്തിൽ എടുത്തു പറയാവുന്ന നിലക്ക് കാണാൻ ഭയങ്കര കൊജാക്കന്മാരെ പോലെ തോന്നിക്കുന്ന ഒരു 4 മൗലവിമാരവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ മറ്റുള്ളവരില്ല എന്ന് വരുന്നില്ല. ഇതേപോലെ ഫീഹി റിജാൽ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ അല്ലാഹു തആല പറഞ്ഞെടുത്ത് അവിടെ പെണ്ണുങ്ങൾ വരൽ ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിട്ടില്ല, സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഫീഹി റിജാൽ എന്നുള്ള ആയത്ത് കേട്ടതിന്റെ ശേഷം ആയിഷ ബീവി പിന്നെ ഇത്തികാഫിരിക്കാൻ പോകുമോ? ആത്തിക ബീവി പള്ളിയിലേക്ക് പോകുമോ? സഹാബാക്കൾ ഈദ്ഗാഹിലേക്ക് പോകുമോ? സഹാബാ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകുമോ? ഗ്രഹണ നിസ്കാരത്തിന് പള്ളിയിലേക്ക് അസ്മാ റളിയല്ലാഹു അൻഹ പോകുമോ? അതേപോലെയുള്ള എത്രയോ ആളുകൾ പോയിട്ടില്ലേ? അപ്പോ ഫീഹി റിജാലുൻ എന്ന പദം കണ്ടുകൊണ്ട് അവിടെ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാരും വിചാരിക്കേണ്ടതില്ല എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം പ്രത്യേകമായി നിങ്ങൾ ചിന്തിക്കേണ്ടത് അവിടെ ഫീഹി റിജാലുൻ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ എന്ന് മാത്രമേ പറ്റുകയുള്ളൂ, പെണ്ണുങ്ങൾ ഹറാമാണ് എന്ന് അതുകൊണ്ട് മനസ്സിലാക്കപ്പെടാൻ പറ്റില്ല. അസ്സലാമു അലൈക്കും. എൻ്റെ സംശയം കുത്തുബയുടെ ഭാഷയുമായി ബന്ധപ്പെട്ടാണ്. ഭൂരിപക്ഷത്തിൻ്റെ ഭാഷയിലാണ് കുത്തുബ നടത്തേണ്ടതെങ്കിൽ മൗലവി സാഹിബെ പരിശുദ്ധ മക്കയിൽ ഹജ്ജ് കാലത്ത് വല്ല ഇലക്ഷനും നടത്തേണ്ടി വരില്ലേ? ഇനി നിങ്ങളുടെ തന്നെ ഏതെങ്കിലും പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച തമിഴരോ പാകിസ്ഥാനികളോ ഭൂരിപക്ഷമായി വന്നാൽ നിങ്ങളുടെ മൗലവി തന്നെ ഇറങ്ങി പോകേണ്ടി വരില്ലേ? ഇതിന് മറുപടി ഉദ്ദേശിച്ചു. നിങ്ങളൊരു വിഷമം വിചാരിക്കണ്ട, മൗലവിമാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ചോദ്യം എന്താണെന്നറിയോ? ചോദ്യം ഭൂരിപക്ഷത്തിന്റെ ഭാഷയിലാണ് ഖുതുബ നടത്തുന്നുണ്ടെങ്കിൽ മക്കത്തെ ഇലക്ഷൻ നടത്തണ്ടേ? അപ്പോ പിന്നെ ഇന്തോനേഷ്യയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് വന്നാൽ അപ്പോൾ ഒരു ഇലക്ഷൻ നടത്തുക. അപ്പൊ ഇന്തോനേഷ്യക്കാരാണ്, അപ്പൊ ഇന്തോനേഷ്യൻ ഭാഷയിൽ ഖുതുബ നടത്തണം. വേറെ ഫ്ലൈറ്റ് വന്ന വേറെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇലക്ഷൻ വേറെ നടത്തണം. ഇലക്ഷൻ നടത്തേണ്ടി വരില്ലേ? നിങ്ങളെ പള്ളിയിൽ തന്നെ അങ്ങനെ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ
ഏതെങ്കിലും ബസ് വന്ന് ഒരുപാട് ആൾക്കാർ 10-50 ആൾക്കാർ തമിഴന്മാരോ ഉറുദുക്കാരോ ഒക്കെ വന്നാൽ നിങ്ങളെ മൗലവി ഇറങ്ങി ഓടേണ്ടി വരില്ലേ? ഒരു സാങ്കല്പിക ചോദ്യമാണിത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ അതിന് മുസ്ലിയാക്കന്മാര് സഖാഫിമാരും ബേജാറാകും വേണ്ട. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യാതൊരു പ്രശ്നവുമില്ല. ഭൂരിപക്ഷത്തിന്റെ ഭാഷ എന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ ഭാഷയിലാണ് ഖുത്ബ നടത്തുന്നത്. മക്കത്തെ പ്രശ്നമല്ല, അവിടെ ആ പ്രദേശത്തിന്റെ ഭാഷയിൽ നടത്തും. എത്ര ആൾ വന്നാലും വിരോധമല്ല. എന്നാൽ ഈ നിലക്ക് മുജാഹിദ് മൗലവിമാർ നാട്ടിൽ ഖുത്ബ നടത്തുമ്പോൾ ഏതെങ്കിലും തമിഴന്മാർ കയറി വന്നാലും പ്രശ്നമല്ല, ആര് വന്നാലും പ്രശ്നമല്ല. അവിടെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടിയാണല്ലോ ജുമാ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെയുള്ള ആളുകളുടെ ഭാഷയിൽ ഖുത്ബ തുടരും. അവിടെ ഇറങ്ങി ഓടേണ്ട ഒരു പ്രശ്നമല്ല. പിന്നെ വേറെ ഏതെങ്കിലും ഭാഷക്കാരൊക്കെ അധികം കയറാൻ സാധ്യത നമ്മളെ വള്ളിയിലല്ല എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. കാരണം നാട്ടിലേക്ക് ഇങ്ങനെ ഈ നിലക്കുള്ള ബസ്സുകളൊക്കെ പലപ്പോഴും അമ്പറം സിയാർത്ത് ചെയ്യാനും അജ്മീർ സിയാർത്ത് ചെയ്തിട്ട് മടങ്ങിപ്പോകുമ്പോഴൊക്കെ ഉണ്ടാകാറുള്ളത്. അവരേതായാലും ജാറം അറ്റാച്ച്ഡായ പള്ളി നോക്കി തെരഞ്ഞു പോകും. ജാറം കാണാത്ത പള്ളിയിലേക്ക് ഇറങ്ങാൻ സാധ്യതയല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി വയലു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ നിലക്കുള്ള തമിഴന്മാരോ ഉറുദുക്കാരോ ജാറത്ത് പോയി മടങ്ങി വരുന്ന ബസ് വന്നാൽ ഏത് ഭാഷയിലാണ് വയലു പറയാ എന്നുള്ളതിന് സഖാഫിമാര് മറുപടി കണ്ടോട്ടെ എന്നേ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. അസ്സലാമു അലൈക്കും. അള്ളാഹുവിന്റെ സ്വയം കഴിവ് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും അംബിയ ഔലിയാഇനോട് സഹായം തേടൽ ഷിർക്കാണെന്ന് സലഫികളും അനുവദനീയമാണെന്ന് സുന്നി സംഘടനകളും പറയുന്നു. ഇങ്ങനെ സുന്നി സംഘടനകളിൽ വിശ്വസിക്കുന്ന ലക്ഷോപലക്ഷം സുന്നികൾ മുശിരിക്കാണോ കാഫിറാണോ അതല്ല അവർ മറ്റു വല്ലതുമാണോ എന്ന ചോദ്യത്തിന് സലഫി ശരിക്കും മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്റെ ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും സഹാബാക്കളുടെ കാലത്തും ഇങ്ങനെ ശിർക്ക് ചെയ്തിരുന്ന ആളുകൾ ഏത് വകുപ്പിലാണ് പെട്ടിരുന്നത്? അതല്ല സലഫി പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും. ഒരു മിനിറ്റ്, ചോദ്യത്തിന്റെ മറന്നുപോകുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മുഴുവൻ ചോദിച്ചോളിൻ. അതുകൊണ്ട് ആദ്യ ഭാഗം ഒന്നുകൂടെ ചോദിക്കാം. ഓരോന്നിനോരോന്ന് നിങ്ങൾ മറുപടി പറഞ്ഞു നമുക്ക്. ഓക്കെ. അള്ളാഹുവിന്റെ സ്വയം കഴിവ് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും അംബിയ ഔലിയാഇനോട് സഹായം തേടൽ ഷിർക്കാണെന്ന് സലഫികളും അനുവദനീയമാണെന്ന് സുന്നി സംഘടനകളും പറയുന്നു. അവിടെ നിർത്തട്ടെ. അള്ളാഹു കൊടുത്ത കഴിവ്, അള്ളാഹു തആല കൊടുത്ത കഴിവ് കൊണ്ട് അംബിയാക്കളോടും ഔലിയാക്കളോടും ഇങ്ങനെ സഹായം ചോദിക്കുന്നത് ഷിർക്കാണെന്ന് മുജാഹിദീങ്ങളും അല്ലെന്ന് സുന്നികളും പറയുന്നു. അങ്ങനെ ഒരാൾക്ക് അള്ളാഹ് കഴിവ് കൊടുത്തിട്ടില്ല. മക്കയിലെ മുശ്രിക്കുകളും പറഞ്ഞത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന് തന്നെയാണ്. അള്ളാഹു കൊടുക്കാത്ത കഴിവ് അവരുടേതായ വിഗ്രഹങ്ങൾക്കോ അവരാരാധ്യന്മാർക്കോ ഉണ്ടെന്ന് അവരും വിശ്വസിച്ചിട്ടില്ല. നേരത്തെ ഇവിടെ വിഷയാവതരണത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, മക്കയിലെ മുശ്രിക്കുകളുടെ തെൽബിയത്തിൽ ലബ്ബൈക ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരുമില്ല, ഇല്ലാ ശരീകൻ ഹുവ ലക, ആ പങ്കുകാരൻ നിന്റേതാണ്. തംലികുഹു വമാ മലക, ആ പങ്കുകാരനെ ഉടമപ്പെടുത്തുന്നവൻ നീയാണ്. വമാ മലക, അയാൾ എന്തെങ്കിലും ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതും നീ കൊടുത്തതാണ്. അപ്പൊ നീ കൊടുത്ത കഴിവുകളുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങളുടെ സഹായികളായുള്ളത് എന്നാണ് മക്കയിലെ മുശ്രിക്കിന്റെ തെൽബിയത്തിലുള്ളത്. അത് തന്നെയാണ് ശിർക്ക് എന്ന് ഖുർആൻ പറഞ്ഞതും. നിങ്ങൾ അല്ലാഹു അല്ലാത്തവരോട്, നിങ്ങൾ അല്ലാഹു അവർക്ക് വിട്ടുകൊടുത്തിട്ടില്ലാത്ത അധീനപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. വല്ലദീന യദൂന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, അവർക്കൊരു ഈത്തപ്പനക്കുരുവിന്റെ പാടയിടാത്ര പോലും കഴിവ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും, അവരെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല. ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യുകയില്ല. വയൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ യക്ഫുറൂന ബിശിർകിക്കും, ഈ വിളിയെ, ഈ ശിർക്ക് എന്നാണ് ഖുർആൻ പറഞ്ഞത്, ആ ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൊടുക്കാത്ത കഴിവുണ്ട് എന്ന് ആർക്കും വാദമില്ല. കൊടുത്ത കഴിവെന്ന് സഹാബത്ത് ചോദിച്ചോ എന്ന്, സഹാബാക്കള് ശിർക്ക് ചെയ്തു എന്നൊരു പ്രയോഗം ഇവിടെ ഉണ്ടായി. സഹാബത്ത് ശിർക്ക് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. സഹാബാക്കൾ അങ്ങനെ അല്ലാഹു കൊടുക്കാത്ത
കഴിവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ജീവിതകാലത്തോ മരണകാലത്തോ ചോദിച്ചിട്ടുമില്ല എന്ന് വളരെ വ്യക്തമാണ്. അള്ളാഹുവിന്റെ അധീനത്തിലുള്ള കാര്യം ചോദിച്ചിട്ടില്ല, മരണശേഷവും ചോദിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് അങ്ങനെ ശിർക്ക് ചെയ്തു എന്ന് മുജാഹിദുകൾക്ക് വാദമില്ല. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് ശിർക്കാണ്, ഇവൻ ശിർക്കാണോ മറ്റോ മുശ്രിക്കാണോ അത് പറയേണ്ടുന്ന വേദിയല്ല ഇത്, അത് തീരുമാനിക്കേണ്ടതുമില്ല. ശിർക്ക് ചെയ്തവനെ സംബന്ധിച്ച് അവൻ മുശ്രിക്കാണ് എന്ന് ഇസ്ലാമികമായ നിയമമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ഉപചോദ്യം ചോദിക്കാം. ഇങ്ങനെ ശിർക്ക് ചെയ്യുന്ന സുന്നികളുമായി സലഫികൾ വിവാഹ ബന്ധത്തിലേർപ്പെടുന്നു. അവരുടെ പുത്രിമാരെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു, അവരുടെ സഹോദരിമാരെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ശിർക്ക് ചെയ്യുന്ന ആളുകളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ? വിവാഹബന്ധത്തിന്റെ കാര്യം ശിർക്ക് ചെയ്യുന്നു എന്ന് ബോധ്യമുള്ള ആരുമായും വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. പിന്നെ ഇസ്ലാമിൽ ശിർക്ക് ചെയ്യുന്ന അഹ്ലി കിതാബുകാരായ ആളുകളെ കുറിച്ച് നിയമങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു വ്യക്തി കടുത്ത ശിർക്കാണ് ചെയ്യുന്നത്, മുശ്രിക്കാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അയാളുമായുള്ള വിവാഹബന്ധത്തെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമാണെന്ന് ഇവിടെ ആരും വാദിച്ചിട്ടില്ല. എന്നാൽ സുന്നികളാണെന്ന ലേബലിൽ നടക്കുന്ന ഒരുപാട് വീട്ടുകാരുണ്ടാകും, ആളുകളുണ്ടാകും. അവരെല്ലാം ഈ ശിർക്ക് ചെയ്യുന്നവരായിക്കൊള്ളണമെന്നില്ല, ശിർക്കാണെന്നവർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അറിഞ്ഞുകൊണ്ടവരാരും ശിർക്ക് ചെയ്യുന്നുമില്ല. എന്നാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആ നിലയ്ക്ക് തന്നെ സത്യം ബോധ്യപ്പെട്ടിട്ടും ശിർക്കിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്നവരാണെങ്കിൽ അവരുടെ പിന്നിൽ തുടരേണ്ടതില്ല, അവരുമായി ബന്ധം വേണ്ടതില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ നിയമം. അതൊരു വ്യക്തിയെ ബാധിക്കുന്ന നിയമമല്ല, പൊതു നിയമമാണ് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു.